ഞാൻ ശ്രീ ഷാഫി ചാലിയത്തിലേക്കാണ് പോകുന്നത്. ശ്രീ ഷാഫി ചാലിയം, ഇതിപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയാണോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അതായത് കുടുംബത്തിന് കേരള സർക്കാരിനെയും കേരള പോലീസിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് കുടുംബം CBI അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? വളരെ കൃത്യമാണ്. കുടുംബത്തിൻ്റെ അടുത്തും ചില അപാധകൾ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം സംഭവം നടന്നപ്പോൾ ഭാര്യയായ തഹസിൽദാറായ നവീൻ ബാബുവിൻ്റെ ഭാര്യ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഞങ്ങൾ വന്നിട്ട് മതി പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും. പക്ഷെ അതിവിടെ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ദുരൂഹത ഉയർത്തുന്നു. ഇനി ഒരു നിയമവിദഗ്ധനോട് നമ്മളിത് ചോദിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഉത്തരം? ശരി, പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് തുടങ്ങിയവ ഭാര്യ ആവശ്യപ്പെട്ടു, ഞങ്ങൾ വന്നിട്ട് ചെയ്താൽ മതി. അത് അവർ അനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത നടപടി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ഈ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ മൃതദേഹം വിട്ടുകിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഈ കുടുംബത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷെ അന്നേരം കുടുംബത്തിന് ആ അവസ്ഥയിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ല. അതിനും കാരണമുണ്ട്. CPM എന്ന പാർട്ടി അതിവിദഗ്ധമായ മാർഗങ്ങളാണ് അതിനെ അവലംബിച്ചത്. അതായത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിയെ ഒരു പരുവത്തിലാക്കിയെടുത്തു. കുടുംബത്തോട് ഒട്ടി നിൽക്കാൻ പറഞ്ഞു, കുടുംബത്തിൻ്റെ സങ്കടത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തെ വിട്ട് ഞങ്ങൾ എവിടെയുമില്ല, കുടുംബത്തോടൊപ്പമാണെന്ന് പത്തനംതിട്ടയിലെ പാർട്ടിക്കാരെ കൊണ്ട് ആ കുടുംബത്തിനെ ഫോഴ്സ് ചെയ്തു. സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയിലെ പാർട്ടിയെ ആ കുടുംബം വിശ്വസിച്ചു. പിന്നെ തുടർ കാര്യങ്ങൾ വേഗത്തിൽ മൃതദേഹം ദഹിപ്പിക്കലും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ധൃതി പിടിച്ച് നടത്തിയതും. അതും ഈ നമ്മൾ പലപ്പോഴും ഇതിൽ പ്രതികളായി വരേണ്ടവരെന്ന് കരുതുന്നവരൊക്കെ ജോലി ചെയ്തത് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവർക്കുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി കുടുംബം പറഞ്ഞിട്ടും തിടുക്കത്തിൽ ചെയ്ത് എത്തിക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ ഇപ്പോൾ വിഷയം എന്താ കിടക്കിച്ച കുടുംബം പറ്റിക്കപ്പെട്ടതാണ്. പത്തനംതിട്ടയിലെ പാർട്ടി കൂടെ ഉണ്ടെന്ന് ആ കുടുംബം ധരിച്ചു. ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ കാര്യം പോകാം. ഒന്നതൊരു മർഡറാണ് എന്ന് സംശയിച്ച് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയാൽ ഇവിടെ തുടക്കത്തിൽ തന്നെ പോലീസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. കാരണം വാതിലുകളൊക്കെ തുറന്നിട്ട് ഒരാളെ ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്കാർക്കും കരുതാനാവില്ല. പിന്നെ അവിടെ ആദ്യം പ്രവേശിക്കുന്നത് ആരാണ്? ആ പ്രവേശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഫിംഗർ പ്രിൻറ്റുകൾ തുടങ്ങിയതൊക്കെ ശേഖരിച്ചോ ഇല്ലയോ? ഈ കാര്യങ്ങളെല്ലാം ദുരൂഹമാണ്. പോലീസിൽ നിന്നും അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, ഭാര്യയെ വിളിക്കുന്നു, ഞാൻ ട്രെയിൻ കയറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞതാണ്. ആ പറഞ്ഞ വ്യക്തി ട്രെയിൻ കയറുന്നില്ല. അല്ലെങ്കിൽ ട്രെയിൻ കയറി വഴി ആരെങ്കിലും പിടിച്ചിറക്കിയോ? തിരിച്ച് ഈ സ്ഥലത്തേക്ക് ഈ വ്യക്തി എങ്ങനെ വന്നു? ഇത് വളരെ ശ്രീ ഷാഫി ചാലിയം, ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ ഉന്നയിക്കപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയുകയും ചെയ്തു. പക്ഷേ കോടതി അവസാനം ചോദിച്ച കാര്യം താങ്കളും കേട്ടതാണല്ലോ. ഇത് കൊലപാതകമാണ് എന്നതിന് എന്തെങ്കിലും തെളിവ് കൈവശമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ കോടതി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച ശേഷമാണ് അങ്ങനെ ഒരു സംശയം ഇങ്ങോട്ട് ഉന്നയിക്കുന്നത്. അതിന്മേലൊരു പിടിവള്ളിയാകുന്നുണ്ടോ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അന്തിമമായി എടുക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊരു ആത്മഹത്യയാണെന്നുള്ള നിഗമനം മാത്രമാണ് ഉള്ളത്. കാരണം മുഴുവനും വായിച്ചു നോക്കിയപ്പോൾ കാണുന്നത് ഒരു ആത്മഹത്യയുടെ സാധ്യതകളാണ്. അതാ മനസ്സിലാക്കിയത്. പക്ഷേ പണ്ടത്തെ നക്സൽ വർഗീസിൻ്റെ കൊല നോക്കണം നിങ്ങൾ. അത് 40-40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് കെട്ടിത്തൂക്കിയതാണെന്ന് കണ്ടെത്തുകയും ഒരു IG ജയിലിലും പോയത്. ഇതിലേറ്റ് ഈ ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കേണ്ടത് എന്താ അറിയോ? ഇതിന് ഈ ക്രൈമിന് മരണമില്ല. ഇത് എത്ര കാലം മൂടി വെക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു കാലത്ത് ആരിലൂടെയെങ്കിലും ഇത് പുറത്തു വരും. അങ്ങനത്തെ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ കുറ്റകൃത്യത്തിന് മരണമില്ലെന്ന് മനസ്സിലാക്കുക. തൽക്കാലം ഗവൺമെൻറ്റും പോലീസും കയ്യിലുണ്ടായതുകൊണ്ട് ഏത് പോലും ചെയ്യാം. ഞാനിത് പറഞ്ഞു വന്നത് എന്താ അറിയോ? സ്മൃതി ഇത് തടസ്സപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്
ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതും റെയിൽവേ സ്റ്റേഷൻ തിരിച്ച് ഈ റൂമിലേക്ക് പോയതുമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടെങ്കിൽ ആ CCTV ദൃശ്യങ്ങളൊക്കെ മുഴുവെടുക്കണം. ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഫൂട്ടേജുകളൊക്കെ 3 മാസമേ ഈ CCTVയിലെ സെർവറിൽ ഉണ്ടാവുള്ളൂ. 3 മാസം കഴിഞ്ഞാൽ എന്താവും? അതൊന്നും കിട്ടില്ല. അതാണ് മാമി തിരോധാന കേസ് സംഭവിച്ചത്. അന്വേഷണം എന്ത് ചെയ്യുക? വലിച്ചിഴക്കുക. അങ്ങനെ വലിച്ചഴിച്ച് ഒരു 3 മാസം കഴിഞ്ഞ് എല്ലാ CCTVകളുടെയും ഫൂട്ടേജ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലീസ് വരും. എന്നിട്ട് പോയി ഒരു CCTV പരിശോധനയുണ്ട്. എന്ത് കിട്ടാനാണ്? അതേമാതിരി 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞതൊന്നും കിട്ടില്ല. അപ്പം ഇതിങ്ങനെ വലിച്ചു നീട്ടുകയാണ്. ആ കുടുംബത്തിന് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ സംശയം ഉണ്ടായതുകൊണ്ട് അത് തെളിവാകുന്നില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. ആ കുടുംബം പറ്റിക്കപ്പെട്ടതാണ്. അവിടെയാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ധൃതി പിടിച്ചുള്ള ഈ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് കുടുംബം തയ്യാറാണ്ടിയിരുന്നു. അന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എല്ലാ കുടുംബം. ശരി, അതാണ് അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പിഴവായി താങ്കൾ നിരീക്ഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.